ഹലോ, എനിക്കറിയാം ഡേ 5 മുങ്ങിയതാണല്ലോ, ഇപ്പോഴാണോ പൊങ്ങണേ എന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, ഒരു ഉളുക്ക് വന്നതാ, ഒരു ഉളുക്കേ അപ്പ കടന്ന കിടപ്പാ, പിന്നെ പൊങ്ങണതാ ഇപ്പോഴാണ് കേട്ടോ. ഉളുക്കിന്റെ പുറമെ പല്ലുവേദന എന്ന് വേണ്ട, എവിടൊക്കെ എന്തൊക്കെ വേദന വരാവോ അതൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാനഡയിലെ ഈ ഒരു മെഡിക്കൽ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേൾവി കേട്ടിരിക്കുമല്ലോ. ഭയങ്കര ഫാസ്റ്റാണ്. ഉളുക്കി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡോക്ടറെ വരെ കാണാൻ പറ്റിയത്. പെയിൻ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു എന്നറിയോ? സത്യമായിട്ട് ഞാൻ പറയുകയാണേ, ഈ ആശ കൊടുത്താലും ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയുന്ന പോലെ നിങ്ങളെ വല്ലാതെ ഞാൻ 21 ഡേയ്സ് ചലഞ്ച് നമുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മുന്നേറി പോകാമെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആശിപ്പിച്ചിട്ട് അറ്റ് ലാസ്റ്റ് ഞാൻ ദേ ശരശയ്യത്തിൽ കിടക്കണ പോലെ ഒറ്റ കിടപ്പാണ്, ദാണ്ട കിടക്കണം. മറ്റേ കാവടി തുള്ളി പോയതാണ്, ട്രാജഡി ആയല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അത് മാത്രമായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശ തന്നിട്ട് എനിക്ക് അത് നിറവേറ്റാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കുറേ പേർക്ക് എനർജി കിട്ടുന്നില്ല, പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ശരിയാക്കാടാ, നമുക്കെല്ലാം സെറ്റാക്കാം. ഓക്കെ, ഞാൻ വന്നു. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ സ്നേഹവും അന്വേഷണങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ പറഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ. ശരിക്കും എനിക്ക് വയ്യ, ഇതിപ്പോൾ സന്തോഷം എനിക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, അപ്പം ബാക്ക് ടു നമ്മുടെ ചലഞ്ചിലേക്ക് വരികയാണെങ്കിൽ, ഞാനൊരു ഹെഡ്സപ്പ് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എൻ്റെ ഒരു എനർജി എനിക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നാളെ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു പ്ലാനിലാണ് ഞാനിപ്പം. അപ്പം ഞാൻ ഡേ 1 തൊട്ടാണ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇടാ, ഞാൻ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡേ 1 തൊട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പം മേ ബി ഒരു ഡേ 9 ഡേ 10 എത്രയെങ്ങാണ്ട് ആയില്ലേ. അപ്പം നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ, നിങ്ങൾ അങ്ങനെ പൊയ്ക്കോ. ഇനി അതല്ല, ആർക്കെങ്കിലും ഒന്നുകൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഡേ 1 സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ കൂടെ കൂടിക്കോളുക. അല്ലാത്തവർ ഇത് ഡേ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടോ. ഡേ 2 ഡേ 10 ഡേ 11 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളൂ, കുഴപ്പമില്ല. പിന്നെന്താടാ, പിന്നെ ഞാൻ ഇപ്പോഴേ ഒരു മുൻകൂറായിട്ട് ഒരു എക്സ്ക്യൂസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ സ്റ്റെപ്പ് കൗണ്ടിൻ്റെയും വർക്കൗട്ടിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ഈ 2 കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം അങ്ങനെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം സ്റ്റിൽ എനിക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി ആയാസപ്പെടുത്തുന്നില്ല എൻ്റെ ബോഡീനെ. പക്ഷെ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും ദിവസം ഉണ്ടല്ലോ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വെയിറ്റ് നാളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഞെട്ടിയിരിക്കുക, ഇനി നിങ്ങളും കൂടെ ഒന്ന് ഞെട്ട്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചെടുക്കാം. അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾ, ഓഫ് കോഴ്സ് ജീവിതമാണ്, നമുക്ക് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു ഭാഗത്തേക്കൊന്ന് സോൾവ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ഗോളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഞാനും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, കഴിഞ്ഞ ചലഞ്ച് പോലെ തന്നെ ഞാനൊരു ദിവസം ചെയ്തിട്ട് എൻ്റെ ഒരു അപ്ഡേറ്റ്സും എൻ്റെ ഫീഡ്ബാക്കും ഒക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് രാവിലെ അവിടെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നാളെ ഞാൻ വീഡിയോ ഇട്ടേക്കാം. വേറെന്താ, സുഖമായിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും? ഞാൻ എന്തായാലും സുഖമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നാളെ തൊട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോറി കേട്ടോ. അപ്പം നാളെ കാണാം. ബൈ.